പ്രാർത്ഥനയിൽ മുഴുകി നിന്ന് ജാൻവി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തന്റെ കഴുത്തിൽ ചാർത്താനായി ഒരു താലിച്ചരടുമായി തന്നെ നോക്കി നിൽക്കുന്ന തന്റെ പ്രിയനെയാണ്. അവൾ ആരവിനെ നോക്കേണ്ട താമസം ആരവ് ജാൻവിയുടെ കഴുത്തിൽ തന്റെ പ്രണയത്തിന്റെയും വിശ്വാസത്തിന്റെയും കരുതലിന്റെയും അടയാളമായി 3 കെട്ടുകൾ കൊണ്ട് ആ താലി തന്നെ ജാൻവി പെണ്ണിനെ അവനണിയിച്ചു. നടയുടെ മുൻപിലിരിക്കുന്ന താലത്തിൽ നിന്ന് ഒരു നുള്ളു സിന്ദൂരം കൊണ്ട് ആരവ് ജാൻവിയുടെ സീമന്തരേഖയിൽ തന്റെ ആയുസിന്റെ ദൈർഘ്യം നീട്ടി വരച്ചു. ഒരിക്കൽ വെറും പ്രഹസനമായി വരച്ച ആ സിന്ദൂരം ഇന്നവൻ പ്രണയത്തോടെ അവളിൽ വരച്ചു. ആ ചുവപ്പ് താൻ ആഗ്രഹിക്കാതെ തന്നിലേക്ക് അഗ്രിമെന്റിന്റെ രൂപത്തിൽ എത്തിച്ചേർന്ന താലിക്കും സിന്ദൂരത്തിനു മുകളിൽ ഇപ്പോൾ തന്നിലേക്ക് എത്തിച്ചേർന്ന തന്റെ പ്രാണന്റെ പ്രണയത്തിന്റെ അടയാളമായ താലിയും സിന്ദൂരവും അവളെ സന്തോഷത്തിലാഴ്ത്തി. അവളുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു. അത് കണ്ട് ആരവ് അവളെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, അരുത് പെണ്ണേ, ഇനി നിന്റെ കണ്ണുകളിൽ നിന്നും അശ്രുക്കൾ ദുഃഖത്തിന്റെ പേരിലായാലും സന്തോഷത്തിന്റെ പേരിലായാലും ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ അഗ്രിമെന്റിന്റെ പേരിലുള്ള താലി നമുക്ക് വേണ്ട ജാൻവി. അത് നമുക്ക് ഈ നടയിൽ ഭഗവാനിൽ തന്നെ സമർപ്പിക്കാം. ഇനി നിനക്ക് ഈ ആരവിന്റെ പ്രണയത്തിന്റെയും വിശ്വാസത്തിന്റെയും താലി മതി എന്നും പറഞ്ഞ് ആരവ് തന്നെ അവൻ ആദ്യം കിട്ടിയ താലി അവളിൽ നിന്ന് മൂരിയെടുത്ത് നടയിൽ സമർപ്പിച്ചു. ഇനി എന്നും ജാൻവി പെണ്ണ് ഈ ആരവിൻ്റേത് മാത്രമാണ്, ആരവ് ഈ ജാൻവി പെണ്ണിൻ്റെതും എന്ന് പറഞ്ഞ് മക്കളെയും ചേർത്ത് പിടിച്ച് ആരവ് ജാൻവിയെയും കൊണ്ട് അമ്പലത്തിന് വെളിയിലിറങ്ങി. അവരെ കാത്ത് അജീഷും അനുവും സിദ്ധുവിന്റെ കൂടെ വെളിയിൽ നിൽക്കുന്നത് കണ്ട് ജാൻവി അതിശയത്തോടെ ആരവിനെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തെ ഭാവത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി ആരവിന് നേരത്തെ അവർ വരുന്നത് അറിയാമായിരുന്നുവെന്ന്. അവൾ പരിഭവത്തോടെ നോക്കിയപ്പോൾ അജീഷും അനുവും കൂടി അവളുടെ അടുത്തേക്ക് വന്നു. പെങ്ങളുട്ടിയെ, അളിയനെ നോക്കണ്ട, ഞങ്ങളാ പറഞ്ഞത്. നീ സന്തോഷത്തോടെ വീണ്ടും സുമംഗലിയായിട്ട് ഈ ആങ്ങളെ കണ്ടാൽ മതിയെന്ന്. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് സന്തോഷമായില്ലേ? നിന്റെ മുഖത്തെ ഈ സന്തോഷം കാണാനാ ഞങ്ങളിവിടെ ഇത്രയും നേരം കാത്തുനിന്നത്. ജാൻവി അജീഷിന് ഒരു നിറഞ്ഞ ചിരി എന്നാലും അനു, ഇന്നലെ കൂടി ഞാൻ നിന്നെ വിളിച്ചതല്ലേ, നിനക്കെങ്കിലും എന്നോട് പറയായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ ഭർത്താവിനെ വീണ്ടും കെട്ടാനാണെന്ന് അറിഞ്ഞത് എന്ന് പരിഭവത്തോടെ പറയുന്ന ജാൻവിയെ നോക്കി അവരെല്ലാവരും ചിരിച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിലും കണ്ണനും കുഞ്ഞിപ്പെണ്ണും പോലും അവരുടെ അമ്മയെ നോക്കി ചിരിച്ചു. അത് കണ്ട് ജാൻവി മക്കളെ നോക്കി പറഞ്ഞു, ആഹാ, നിങ്ങളും എല്ലാവരെയും പോലെ നിങ്ങളുടെ പപ്പയുടെ സൈഡാണല്ലേ? ആര് പറഞ്ഞു എല്ലാവരും അളിയൻ്റെ സൈഡാണെന്നും എന്നും പറഞ്ഞ് ആരവും സിദ്ധുവും കൂടി ജാൻവിയുടെ അടുത്ത് വന്നു. അവളുടെ ഇരുവശങ്ങളിലും നിന്നിട്ട് അവളുടെ വലതേകരം സഹോദരന്മാരുടെ അവകാശത്തോടെ എടുത്ത് ആരവിൻ്റെ വലത്തേ കരത്തോട് ചേർത്ത് എന്നിട്ട് പറഞ്ഞു, ഇന്നും ഇതുപോലെ സന്തോഷത്തോടെ ഞങ്ങളുടെ പെങ്ങളെ നോക്കിക്കോണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ പൊന്നാരകളെ ശരിക്കറിയും ഈ അളിയന്മാരുടെ തനിക്കണം, മനസ്സിലായല്ലോ എന്നൽപ്പം കാര്യമായും തമാശയായും പറയുന്ന സിദ്ധുവിനെയും അജീഷിനെയും നോക്കി ആരവ് ഒരു ചിരിയോടെ പറഞ്ഞു. ഇന്ന് ഈ ആരവിൻ്റെ പ്രാണൻ പോലും ദേ ഈ എൻ്റെ ജാൻവി പെണ്ണിലാണ്. ഇവളില്ലാതെ ഈ ആരവില്ല. എൻ്റെ ഓരോ ശ്വാസത്തിനും ഹൃദയമിടിപ്പിനും ഈ ജന്മമെന്നല്ല, ഈ ആരവ് ഇനി എത്ര ജന്മം ഈ ഭൂമിയിൽ ജനിക്കുന്നോ അന്നെല്ലാം അതിന് ഒരേ ഒരു അവകാശമുള്ളൂ, എൻ്റെ ഈ ജാൻവി പെണ്ണ്. ആരവിൻ്റെ വാക്കുകൾ പൂർത്തിയാക്കുമ്പോൾ ആ തിരുനടയിലെ മണിനാദം അവിടെ മുഴങ്ങി. അവൻ്റെ വാക്കുകൾ സത്യമാകുന്ന വരം സാക്ഷാൽ മഹാദേവനിൽ നിന്ന് കിട്ടിയതുപോലെ. എന്താ പെണ്ണെ ആകെ ഒരു നിശബ്ദത? അത് വീട്ടുകാർ എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു തുടങ്ങി. ഇനിയും നമ്മുടെ കാര്യം വീട്ടിലറിയിച്ചില്ലെങ്കിൽ ഞാൻ പെണ്ണ് ചോദിച്ചു വന്നാൽ ഈ വീട്ടുകാരോ ബന്ധുക്കളോ ആരും ഇല്ലാത്തതിന് നിന്നെ കെട്ടിച്ചു തരുമോ? സിദ്ധു, എൻ്റെ ഇരിക്കുന്ന കേൾക്കല കേട്ടോ. ഇയാളുടെ ബന്ധുബലം കണ്ടോണാണോ ഞാൻ സ്നേഹിച്ചത്? പിന്നെ കല്യാണം വരുമ്പോൾ എന്തിനാ അതൊക്കെ? ദേഷ്യത്തോടെ വിജി പറഞ്ഞു. നിനക്കന്നെങ്ങനെ ഇല്ലെങ്കിലും നിന്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ കാണും. ആകളൊരു മോളെ വലിയ നല്ല കുടുംബത്തിൽ കെട്ടിച്ചുവിടണമെന്ന് അവർക്കും ആഗ്രഹം കാണില്ലേ? അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആഹാ, അപ്പൊ സിദ്ധു എന്താ പറഞ്ഞു വരുന്നേ? നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കില്ല, സ്നേഹിച്ചതൊക്കെ മറക്കാനോ? ദേഷ്യത്തോടെ വിജിത പറഞ്ഞു. അതാ വിജി ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തമ്മിലുള്ളതെല്ലാം മറന്ന്. അങ്ങനെ പറഞ്ഞു പതിയെ സിദ്ധു വിജിതയെ പാളി നോക്കി. ആ പെണ്ണിന്റെ കണ്ണെല്ലാം നിറഞ്ഞ് മുഖമെല്ലാം ചുമന്നു നിൽപ്പുണ്ട്. അത് കണ്ടപ്പോൾ സിദ്ധുവിന് നെഞ്ചു കുത്തി വലിക്കുന്നത് പോലെ തോന്നി. വിജിതയൊന്നും പറയാതെ കരഞ്ഞുകൊണ്ട് പോകാനായി തിരിഞ്ഞതും അവളുടെ കയ്യിൽ പിടി വീണു. വിജിത ദേഷ്യത്തോടെ അവന്റെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു. സിദ്ധു അവളുടെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കി. അവനെ നോക്കാതെ കുനിങ്ങി നിൽക്കുന്ന അവളുടെ മുഖം അവൻ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഉയർത്തി. എന്നിട്ട് അവളുടെ മുഖത്ത് ഉറ്റുനോക്കി പറഞ്ഞു, എന്നെ നോക്കൂ വിജി. എവിടുന്ന്? അവൾ അവനെ കേട്ടതേയില്ല. വിജി, നിന്നോടാ ഞാൻ പറഞ്ഞത്. സിദ്ധാർത്ഥ് അല്പം ഉറക്ക പറഞ്ഞു. അത് കേട്ട് വിജിത തന്റെ തലയൽപ്പം ഉയർത്തി സിദ്ധുവിനെ നോക്കി. അവന്റെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണ് വന്നത്.
നിന്റെ വിചാരം എന്താ വിജി? നമ്മുടെ പ്രണയം മറക്കാമെന്ന് പറയുമെന്നോ? ആഹാ, അങ്ങനെ പറയണമെങ്കിൽ ഈ സിദ്ധു മരിക്കണം. സിദ്ധുവിന് ഒരു വാക്കേ ഉള്ളൂ, നിന്നെ പ്രണയിച്ചത് വെറുതെ കളിയായിട്ടല്ല. സ്നേഹിച്ച പെണ്ണിനെ എൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റേതാക്കി മാറ്റിയിരിക്കും. ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. നിന്റെ വീട്ടിൽ ഞാൻ ഉടനെ വരും നിന്നെ ചോദിക്കാൻ. നീ പേടിക്കണ്ട കേട്ടോ. നിന്റെ വീട്ടുകാരെ എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം, പോരെ? അത് കേട്ടതും വിജിയുടെ കണ്ണുകൾ വിടർന്നു. അതുപോലെ ചിരിയുടെ ഇടയ്ക്ക് അവളുടെ മുഖത്ത് പരിഭവവും നിറഞ്ഞു നിന്നു. വിജിത അവളുടെ കൈ ചുരുട്ടി സിദ്ധുവിന്റെ വയറ്റിട്ട് ഒന്ന് കൊടുത്തു. ഓഹ്, എന്താടി കാണിച്ചത്? സിദ്ധു തന്റെ വയറ് തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾ കണ്ടല്ലോ, ഇതല്ല എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും കൊള്ളാൻ കിടക്കുന്നേ ഉള്ളൂ നിങ്ങൾ. അങ്ങയുടെ ഒരു വേഷം കെട്ടല്. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മരിക്കാനാണ് തോന്നിയത് എന്ന് പറഞ്ഞ് വിജിയുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, നീ ഇത്രയേ ഉള്ളൂ? ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. എൻ്റെ പെണ്ണില്ലാതെ എനിക്കൊരു ജീവിതമുണ്ടോ? അയ്യേ, ഇനി കരഞ്ഞാലുണ്ടല്ലോ ഒരു വീക്കങ്ങ് വെച്ച് തിരിഞ്ഞാൽ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് വിജിയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്ത് അവളെ ചേർത്ത് പിടിച്ചു. ആഹാ, ഇതുവരെ നിങ്ങൾ ഒരുങ്ങിയില്ലേ? ഇല്ലല്ലോ, എന്നെയൊന്ന് ഒരുക്കിത്തായോ? കൊച്ചുകുട്ടികൾ കൊഞ്ചിക്കൊണ്ട് പറയുന്ന പോലെ ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് ബട്ടൺസ് ഇടാതെ നിൽക്കുകയാണ്. ആഹാ, എന്താ കൊഞ്ചലം! ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ പിള്ളേരെപ്പോൾ ഇന്ന് ചിടുങ്ങുന്നുണ്ടല്ലേ, വലിയ ഡോക്ടറാ എന്ന് പറഞ്ഞ് ജാൻവി ആരവിനടുത്തേക്ക് നടന്നു. ഓ പിന്നെ, ഡോക്ടറാണെങ്കിൽ എന്താ, എനിക്ക് കൊഞ്ചിക്കൂടെ? ഞാൻ എൻ്റെ ഭാര്യയോടല്ലേ കൊഞ്ചുന്നേ? ആരവ് പരിഭവത്തോടെ മുഖം വീർപ്പിച്ചു പറഞ്ഞു. ഓ, സമ്മതിച്ചേ ഡോക്ടർ സാറേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ദേ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് എന്നും പറഞ്ഞ് ജാൻവി ആരവിനെ പിടിച്ച് തൻ്റെ നേരെ നിർത്തി. ആരവ് ജാൻവിയുടെ സൗകര്യത്തിന് കുറച്ച് കുനിങ്ങി നിന്നു കൊടുത്തു. ജാൻവി ആരവിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് എല്ലാം ഇട്ടുകൊടുത്തു കഴിഞ്ഞ് അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ജാൻവിയുടെ മുഖത്ത് ഓടി നടക്കുന്നതാണ് അവൾ കാണുന്നത്. അവൾക്കത് കണ്ടപ്പോൾ ആകെ വല്ലാതെയായി. തൻ്റെ നോട്ടത്തിൽ തൻ്റെ ജാൻവി പെണ്ണുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കിക്കാണുകയായിരുന്നു ആരവ്. പെണ്ണിൻ്റെ മുഖമെല്ലാം ചുവന്നു തുടുത്തു. രക്തം തൊട്ടെടുക്കാം അതുപോലെയായിരുന്നു. ആരവിന് തൻ്റെ ജാൻവി പെണ്ണിൽ തൻ്റെ വെറുമൊരു നോട്ടത്തിന് പോലും മാറ്റമുണ്ടാവുന്നത് അവൻ്റെ ഉള്ളിൽ സന്തോഷവും അതോടൊപ്പം പ്രണയവും നിറച്ചു. എൻ്റെ ജാൻവി പെണ്ണെ, നീ ഇങ്ങനെ ചുമന്ന് താമര പോലെ നിന്നാൽ ഈ സൂര്യന് രാവിലെ തന്നെ വഴി തെറ്റുമല്ലോ എന്നുള്ള ആരവിൻ്റെ വാക്കുകളാണ് ജാൻവിയെ തൻ്റെ ദൃഷ്ടി ആരവിൽ നിന്ന് മാറ്റിയത്. അയ്യേ എന്ന് പറഞ്ഞ് ജാൻവി തിരിഞ്ഞോടാനായി ആഞ്ഞതും ആരവ് അവളെ രണ്ട് കൈയും കൊണ്ട് കോരിയെടുത്ത് ഡ്രസ്സിംഗ് ടേബിളിന് മുന്നിലിരുത്തി. അവൾ കുതറിയിട്ടൊന്നും ആരവിൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല. അവൾക്ക് ആരവിൻ്റെ മുഖത്ത് നോക്കാൻ എന്തോ ഒരു ചമ്മൽ. അവൾ തല താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്. ഹേ ജാൻവി പെണ്ണെ, ഇങ്ങോട്ട് നോക്ക്. എങ്ങോട്ടായി ഓടുന്നത്? എനിക്ക് നോക്കാൻ എൻ്റെ ഈ താമരപ്പെണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കും. അപ്പോൾ നീ ശരിക്കും ചെന്താമര പോലെ പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഞാനെന്ന സൂര്യൻ നിന്നിലേക്ക് എൻ്റെ പ്രണയമെന്ന പ്രകാശം വളർത്തും. മനസ്സിലായോ എന്നും പറഞ്ഞ് ആരും അവളുടെ നെറ്റിയിൽ പ്രണയത്തോടെ ചുണ്ടുകൾ ചേർത്തു. അമ്മേ എന്ന് അപ്പൂസിൻ്റെ വിളി കേട്ട് ജാൻവി ഡ്രസ്സിംഗ് ടേബിളിൽ നിന്ന് ചാടി ഇറങ്ങാനായി പോയി. എൻ്റെ പൊന്ന് ജാൻവി പെണ്ണെ, നീ ധൃതി പിടിച്ചോടാതെ. അപ്പൂസ് കണ്ണനുമായിട്ട് എന്തെങ്കിലും കളിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒരു ചോദിക്കാനാവും നിന്നെ വിളിക്കുന്നത്. ഇതിനു മാത്രം വെപ്രാളപ്പെട്ട് ഓടുന്ന എന്തിനാ? കണ്ടോ, രണ്ടെണ്ണത്തിനെ പുറകെ ഓടിപ്പോടി പെണ്ണൊരു പരുവത്തിലായി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. ആഹാരം സമയത്തിന് കഴിച്ചോണം. പിള്ളേർ കളിക്കട്ടെ, നീ അവരുടെ പുറകെ കിടന്ന് ഓണ്ട, കേട്ടല്ലോ? അവർ നല്ല പിള്ളേരാ. പിന്നെയും ഇത്തിരി കുരുത്തക്കേട് നമ്മുടെ കുഞ്ഞിയെ കാണിക്കും. കണ്ണം പാവോ എൻ്റെ ജാൻവി പെണ്ണിനെ പോലെ. അതുകൊണ്ട് പറഞ്ഞത് കേട്ടല്ലോ, എൻ്റെ പെണ്ണ് നന്നായിട്ട് ആഹാരം കഴിക്കണം. ഞാൻ വൈകിട്ട് വരുമ്പോഴും ഇന്നലത്തേതുപോലെ ഉച്ചയ്ക്കൊന്നും കഴിക്കാതെ പിള്ളേരുടെ പിറകെ നടക്കുന്ന കണ്ടാല ശരിയാക്കുന്നിന്, കേട്ടല്ലോ ജാൻവി പെണ്ണെ എന്നും പറഞ്ഞ് ആരവ് ജാൻവിയുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചിട്ട് അവളുടെ നെറ്റിയിൽ തന്നെ നെറ്റി മുട്ടിച്ചു. എന്നിട്ട് തൻ്റെ ജാൻവി പെണ്ണോട് യാത്രയും പറഞ്ഞ് ബാഗുമെടുത്ത് ആരവ് ജാൻവിയെയും കൂട്ടി താഴേക്ക് വന്നു. പപ്പയെയും അമ്മയും കണ്ട് കളിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരും ഓടി വന്ന് അവരുടെ കാലിൽ കൂട്ടിപ്പിടിച്ചു. കുഞ്ഞിപ്പെണ്ണിപ്പോൾ പപ്പയേക്കാൾ കാര്യം അവളുടെ അമ്മയാണ്. അതുപോലെ കണ്ണന് അവൻ്റെ പപ്പയെയും. കുറേ കാലം അന്യമായ സ്നേഹം കിട്ടിയതുകൊണ്ടാവും അവർ അങ്ങനെ. മക്കളെയും ചേർത്ത് പിടിച്ച് ഉമ്മയും കൊടുത്ത് യാത്രയും പറഞ്ഞു ഒന്നുകൂടി തൻ്റെ ജാൻവി പെണ്ണിനെ നോക്കിയിട്ട് ആരവ് ഹോസ്പിറ്റലിലേക്ക് കാറും എടുത്ത് പുറപ്പെട്ടു. ശനിയാഴ്ചയായത് കാരണം അമ്മയും മക്കളും വീട്ടിൽ കളിച്ച് തകർക്കുകയാണ്. അയ്യോ മതി അപ്പൂസേ, എനിക്കിനി ഓടാൻ വയ്യ. അമ്മയിട്ട് ഇങ്ങനെ ഓടിക്കാതെ. കണ്ണനെ കണ്ടോ, അവൻ അമ്മയെ ഓടിക്കുന്നില്ലല്ലോ. അതുപോലെ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് അമ്മയെ ഓടിക്കാതെ ഇനി വാടാ. നമുക്ക് ഈ നല്ല ഡ്രസ്സ് ഇടാം, എന്നിട്ട് സുന്ദരിക്കുട്ടിയായിട്ടിരിക്കാം. അപ്പം മോളെ കാണുമ്പോൾ എന്തു ഭംഗിയാണെന്നറിയുമോ? വൈകിട്ട് കുഞ്ഞിപ്പെണ്ണിനെയും കണ്ണനെയും മേല് കഴിപ്പിച്ച് ഡ്രസ്സ് ഇടിയിപ്പിക്കുകയാണ് ജാൻവി. കണ്ണനെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഒരുക്കിയിരുത്തി.
അപ്പൂസിനെയാണെങ്കിൽ ഡ്രസ്സ് ഇടിയിപ്പിക്കാൻ പെടുന്ന പാടാണ് ഈ കാണുന്നത്. മേല് തുടപ്പിച്ച് ഡ്രസ്സ് ഇടിയിപ്പിക്കാൻ കയ്യിലെടുത്തപ്പോൾ തൊട്ടു തുടങ്ങിയ ഓട്ടമാണ്. ഇപ്പോൾ മുറികളിൽ നിന്നൊക്കെ ഓടി ഹാളിലാണ് കുഞ്ഞിപ്പെണ്ണിന്റെ ഓട്ടം. അവളുടെ പിറകെ തന്നെ ഓടുകയാണ് ജാൻവിയും. ഓടി പെണ്ണു വാതില് തുറന്നു കിടക്കുന്നത് കണ്ട് വെളിയിലേക്ക് ഓടാൻ പോയതും ആ വാതില് തുറന്ന് ആരവ് അകത്തേക്ക് വന്നതും ഒന്നിച്ചാണ്. കുഞ്ഞിപ്പെണ്ണി ചെന്ന് തട്ടി നിന്നത് ആരവിന്റെ കാലിലാണ്. അവളെ പിടിക്കാൻ അവളുടെ പിറകെ ഓടിയ ജാൻവിയും ആരവിനെ കണ്ടില്ല. കുഞ്ഞിപ്പെണ്ണിനെ പിടിക്കാൻ കൈ ഉയർത്തിയതും ആരവ് അതിനു മുൻപേ കുഞ്ഞിപ്പെണ്ണിനെ കോരിയെടുത്തു കഴിഞ്ഞിരുന്നു. അകത്തേക്ക് അവളെയും കൊണ്ട് കയറുന്ന ആരവ് കാണുന്നത് കുഞ്ഞിനെ എടുക്കാൻ കൈ ഉയർത്തി നിൽക്കുന്ന ജാൻവിയെയാണ്. ആരവിന്റെ കണ്ണുകൾ തന്റെ ജാൻവി പെണ്ണിൽ തന്നെയായിരുന്നു. രാവിലെ കണ്ട പ്രസരിപ്പൊന്നുമില്ല പെണ്ണിന്. ഇട്ടിരിക്കുന്ന വസ്ത്രം മുഴുവൻ അവളുടെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നു. മുഖം മുഴുവനും വിയർപ്പ് തുള്ളിയാൽ നിറഞ്ഞു നിൽക്കുന്നു. കുഞ്ഞിപ്പെണ്ണിന്റെ പുറകെ ഓടിയിട്ടാണെന്ന് തോന്നുന്നു. ജാൻവി പെണ്ണ് നിന്ന് അണയ്ക്കുവാണ്. അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുടുപ്പുമുണ്ടെന്ന് ആരവ് ശ്രദ്ധിച്ചു. അപ്പോൾ തന്നെ ആരവിന് മനസ്സിലായി കുഞ്ഞിപ്പെണ്ണിനെ ഉടുപ്പിടിക്കാനുള്ള അംഗമാണ് അമ്മയും മോളും കൂടിയെന്ന്. പാവം, തന്റെ ജാൻവി പെണ്ണിനെ ഈ കുഞ്ഞിപ്പെണ്ണ് ഒരുപാട് ഓടിക്കുന്നുണ്ട്. ആരവ് അതും മനസ്സിലോർത്ത് രണ്ടുപേരെയും ഒന്ന് കൂർപ്പിച്ചു നോക്കി തന്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ സോഫയിലിരുത്തി ജാൻവിയുടെ അടുത്ത് വന്ന് അവളെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. അവളെ കനപ്പിച്ചൊന്നും നോക്കാനും മറന്നില്ല. ആരവിന്റെ ഗൗരവം കണ്ട് ജാൻവിയും ആകെ പേടിച്ച മട്ടാണ്. അവൻ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊണ്ടുവന്ന് ജാൻവിക്ക് നേരെ നീട്ടി. ആദ്യം വാങ്ങാൻ മടിച്ചു നിന്ന ജാൻവിയെ ആരവ് നോക്കി പേടിപ്പിച്ചതും അവൾ അനുസരണയുള്ള കുട്ടിയായി അവന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിച്ച് ഒറ്റ വലിക്ക് കുടിച്ചു. അതിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ എത്രമാത്രം തളർന്നിരിക്കുകയായിരുന്നു എന്ന്. ആരവ് സോഫയിലിരുന്നിട്ട് അപ്പൂസിനെ മടിയിലിരുത്തി. എന്നിട്ട് അവളുടെ മുഖം തന്റെ നേരെ തിരിച്ചിട്ട് ചോദിച്ചു, അപ്പൂസേ, ഇവിടെ എന്തിനാ മോൾ അമ്മയെ ഇട്ടിങ്ങനെ ഓടിച്ചത്? ഇന്നലെ പപ്പ പറഞ്ഞതല്ലേ അമ്മയിട്ട് ഓടിക്കരുതെന്ന്. ആരവിന്റെ ചോദ്യം കേട്ട് അപ്പൂസ് വിതുമ്പാൻ തുടങ്ങി. പപ്പ അല്പം സ്വരമുയർത്തി സംസാരിച്ചാൽ ഉടനെ കുഞ്ഞിപ്പെണ്ണ് വിതുമ്പാൻ തുടങ്ങും. അതാണ് ആരവ് കഴിവതും കുഞ്ഞിപ്പെണ്ണോട് സ്വരമുയർത്തി സംസാരിക്കാത്തതും. പക്ഷെ ഇന്നത്തെ അവളുടെ കുറുമ്പ് ആരവിന്റെ സ്വരം അവൻ പോലും വിചാരിക്കാതെ ഉയർത്തി. അപ്പൂസ് വിതുമ്പിക്കൊണ്ട് കണ്ണും നിറച്ച് ജാൻവിയെ നോക്കി. അവളുടെ കണ്ണു നിറഞ്ഞത് കണ്ട് ജാൻവിയുടെ അമ്മ മനസ്സ് വിഷമിച്ചു. അവൾ കുഞ്ഞിയെ ആരവിന്റെ മടിയിൽ നിന്നും എടുത്ത് തന്റെ മടിയിലിരുത്തി ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആരവിനും തന്റെ കുഞ്ഞിപ്പെണ്ണ് കരഞ്ഞത് വിഷമമായെങ്കിലും അവളുടെ കുറുമ്പൽപ്പം കുറയ്ക്കാൻ താനീ ചെയ്തത് തന്നെ നന്നായി എന്നവൻ ഓർത്തു. എന്താരവേട്ടെ കാണിച്ചത്? ഒച്ചകൂട്ടി പറഞ്ഞിട്ടല്ലേ കുഞ്ഞു കരയുന്നത്? ജാൻവി ആരവിനോട് തന്റെ കുഞ്ഞിനെ കരയിപ്പിച്ചതിന്റെ ദേഷ്യത്തിൽ ചോദിച്ചു.